നമസ്കാരം. ഞാൻ കരിയർ ഗുരു ജലീൽ എം എസ്. MA കോളേജിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇന്ന് ഈ നടക്കുന്ന കരിയർ ഗൈഡൻസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യത്തിൽ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത, അനുഭവിക്കാത്ത ഒരു പ്രതിസന്ധിയിലൂടെ, ഒരു പ്രത്യേക സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ലോക്ക്ഡൗൺ. സത്യത്തിൽ നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു പ്രത്യേക രീതിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു അനുഭവവും ഇതൊരു പാഠവുമാണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത്തരമൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ നേരിടണം എന്നെങ്കിലും നമ്മൾ മിനിമം പഠിച്ചു എന്ന് ആശ്വസിക്കാം. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു പ്രതിസന്ധിയിലും ഒരു കൺഫ്യൂഷനിലുമാണ്. എന്തായിരിക്കും കോഴ്സുകളുടെ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ, എൻട്രൻസ് എക്സാമുകളുടെ, പരീക്ഷകളുടെ ഗതി? അതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? ഇപ്പം തന്നെ പല എക്സാമുകളും പാതി വഴിക്ക് നിർത്തിവെച്ചിരിക്കുന്നു. പല എൻട്രൻസ് എക്സാമുകളും മാറ്റിവെച്ചിരിക്കുന്നു. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഭാഗികമായോ പൂർണ്ണമായോ നിർത്തിവെച്ചു. ഭാഗികമായി എന്ന് പറയുമ്പോൾ നമ്മളവിടെ ക്ലാസ്സുകൾ നടക്കേണ്ടതെന്നല്ല, ഓൺലൈൻ കോച്ചിങ്ങുകൾ മാത്രമേ നടക്കുന്നുള്ളൂ. അതെങ്കിലും മിനിമം നടക്കുന്നുണ്ട്. നമ്മളൊരു ചിന്താഗതി എന്തായിരിക്കും? ഈ ഒരു പോക്ക് പോലെ എന്താണ് അവസ്ഥ? ആദ്യം തന്നെ ഈ ഒരു പ്രതിസന്ധിയുടെ പോസ്റ്റ് കോവിഡ് പ്രതിസന്ധി, അല്ലെങ്കിൽ പോസ്റ്റഡ് കോവിഡ് പ്രതിസന്ധി എന്താണെന്ന് ആദ്യം നമുക്ക് അന്വേഷിച്ച് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലോകം മൊത്തം ലോക്ക്ഡൗണാണ്. സാരമായി ഇത് ബിസിനസ്സുകളെയും കരിയറുകളെയും ജോബുകളെയും കമ്പനീസിനെയും ഇൻഡസ്ട്രിയെ മൊത്തം ബാധിക്കാനുള്ള സാധ്യത, പൂർണ്ണമായും ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബാധിച്ചു കഴിഞ്ഞു. കൂടുതലാണ്, സാധ്യത ഉണ്ടെന്നല്ല, ബാധിച്ചു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇക്കണോമിസ്റ്റുകളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് 2008 റിസഷൻ, സാമ്പത്തിക മാന്ദ്യത്തിനോ മേലെ നിൽക്കുന്ന ഒരു പ്രവണതയായിരിക്കും വരാൻ പോകുന്നത് പോസ്റ്റ് കോവിഡ് പീരീഡിൽ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, 2008 1 ലക്ഷം ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് കുറഞ്ഞു പോയതെങ്കിൽ, ഇല്ലാതായതെങ്കിൽ, ഒരു ഉദാഹരണമാണ് കേട്ടോ, ഈ പോസ്റ്റ് കോവിഡ് പീരീഡിൽ സംഭവിക്കാൻ പോകുന്നത് ഏകദേശം 1.5 ലാക്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതാവലാണ്. എന്ന് വെച്ചാൽ ഏകദേശം 1/3 2008 റിസഷനിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ജോബ് ലോസുകളാണ് വരാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ജോബ് ലോസ് ഉണ്ടാവുക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുവിധം എല്ലാ പ്രോജക്റ്റുകളും ഫ്രീസ് ചെയ്തു. കമ്പനികൾ അവരുടെ വർക്കുകൾ നിർത്തിവെച്ചു. സാങ്കേതികമായിട്ട് കമ്പനികളെല്ലാം പൂട്ടിയ പോലെയാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ട്രാവൽ ആൻഡ് ടൂറിസം, ദെൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് മേഖല, ഹോട്ടൽ ഇൻഡസ്ട്രി. ഇതാണ് വളരെ പ്രധാനമായിട്ട്. ഏകദേശം 17% ലോസാണ് ഈ മേഖല, ജോബ് ലോസാണ് ഈ മേഖലയിൽ മാത്രം ഉണ്ടാവാൻ പോകുന്നത്. നമുക്കറിയാവുന്നതാണ്, യാത്രകളൊക്കെ ചുരുങ്ങി കമ്പനികളുടെ 2 ലക്ഷം കോടി ബിസിനസ്സാണ് ഒറ്റയടിക്ക് ഏവിയേഷൻ ഫീൽഡിൽ ഇല്ലാതായത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ ഷട്ട് ഡൗൺ കൊണ്ട് മാത്രം. ഇനി നിങ്ങൾ ആലോചിക്കുക, മറ്റൊരു ഏരിയ റെസ്റ്റോറൻറ്റുകളാണ്. ഏകദേശം 12% ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് ഇല്ലാതായതും കുറഞ്ഞതും. ബിസിനസ് ഡള്ളായതും 12% ലോസിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പോയിരിക്കുന്നത്. ഇനി വേറൊന്ന്, എൻ്റർടൈൻമെൻറ്റ്. നിങ്ങൾക്കറിയാമല്ലോ, സിനിമ തന്നെ പൃഥ്വിരാജിൻ്റെ ആട് ജീവിതം എന്ന് പറഞ്ഞ കഥ ജോർഡനിൽ ഷൂട്ട് ചെയ്യും. ഇവിടുന്ന് മാറി നിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പോയിട്ട് പോലും പ്രതിസന്ധി കാരണം അത് പാതി വഴിക്ക് നിർത്തി. ഏതാണ്ട് 14% ലോസാണ് ആ മേഖലയിൽ മാത്രം വരാൻ പോകുന്നത്. സ്ഥിതി വഷളാവും തോറും ഒരു 25 മുതൽ 30 ലക്ഷം വരെ, 30% വരെ ജോബ് ലോസുകൾ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ജോബ് ലോസുകൾ ഉണ്ടാവുക? കമ്പനികൾ ഇപ്പം നടക്കുന്ന പരിപാടികളെല്ലാം നിന്നുപോയി. ഈ ഒരു ടൈമിന് കിട്ടേണ്ട ബിസിനസ്സുകളെല്ലാം ഇല്ലാതായി. ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏവിയേഷൻ സെക്ടറിൽ മാത്രം 2 ലക്ഷം കോടി ലോസാണ് വന്നിരിക്കുന്നത്. അതുപോലെ മറ്റ് കമ്പനികൾ, IT കമ്പനികൾ പിന്നെ ഓൺലൈൻ ജോബെങ്കിലും വർക്ക് അറ്റ് ഹോമെങ്കിലും ചെയ്യുന്നുണ്ട്. ചില കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വലിയൊരു സെഗ്മെൻ്റ് ഇല്ലാതായി, പ്രത്യേകിച്ച് റീറ്റെയിൽ ബിസിനസ്. ഈ റീറ്റെയിൽ ബിസിനസ് ഡൗൺ ആകുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? ചെറിയ ചെറിയ ഷോപ്പുകൾ
ദെൻ ചെറിയ മക്കാനികൾ, റെസ്റ്റോറൻറ്റുകൾ, ചെറിയ കടകൾ, ഇതെല്ലാം അങ്ങ് ഫ്രീസായി. സ്വാഭാവികമായിട്ട് ആളുകളുടെ കയ്യിൽ പർച്ചേസിങ് പവർ, ക്യാഷ് ഇല്ല, പർച്ചേസിങ് പവർ ഉണ്ടാവില്ല, ടോട്ടൽ പർച്ചേസിങ് വാല്യൂ, പർച്ചേസിങ് വോള്യൂം എന്ത് ചെയ്യും, കുറയും. ഇതൊക്കെ ഇൻഡസ്ട്രിയെ ബാധിക്കും. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതേ സമയത്ത് ആശാവഹമായ കുറേ കാര്യങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ, ആമസോൺ അവരുടെ കമ്പനികൾ മൊത്തത്തിലായിട്ട് ഏകദേശം 1 ലക്ഷം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് അവരെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ലോകത്തുള്ള ഓൺലൈൻ സെഗ്മെൻറ്റുകളെല്ലാം റിക്രൂട്ട് ചെയ്യുന്നത് ഫ്രീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മൊത്തത്തിൽ നമ്മളുടെ ബാധിക്കാൻ പോകുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഒന്ന്, ശരിക്കും എയർലൈൻസ്, ഹോട്ടൽസ്, ഹോസ്പിറ്റാലിറ്റി മേഖല, IT സെഗ്മെൻറ്റിൻ്റെ കുറഞ്ഞ ഭാഗം, എഡ്യൂക്കേഷൻ ഫീൽഡുകൾ, റീറ്റെയിൽ ഫീൽഡുകൾ, അത്തരം ഏരിയകളിലൊക്കെ ഈ ഒരു ട്രെൻഡ്, ജോബ് ലോസ് കാര്യമായിട്ട് വരും. ദെൻ അതേ സമയത്ത് ഈ മേഖലകൾ എൻ്റെ ഒരു അനുമാനം വെച്ചിട്ടൊരു 3 മാസം മാത്രമേ ഈ ഒരു ട്രെൻഡ് ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു 3 months. ആദ്യത്തെ 3 months ബിസിനസ് മൊത്തത്തിൽ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നീട് പതുക്കെ പിക്കപ്പ് ചെയ്ത് ബിസിനസ് വീണ്ടും ബാക്ക് ടു ദി സ്ക്വയർ, ബാക്ക് ടു ദി ട്രാക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ വന്നാൽ ഒരുപാട് ഓപ്ഷൻസ് വീണ്ടും പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് പതുക്കെ വീണ്ടും നമ്മളൊരു 12% ലോസ് പറഞ്ഞിരുന്ന സാധനം, 14% ലോസ് പറഞ്ഞിരുന്ന സാധനം പതുക്കെ കയറി ഒരു 12 to 14% ജോബ് ഹൈക്കിലേക്ക് വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ഒന്നതാണ്. ദെൻ അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ മേഖലകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം? ഞാൻ പൊതുവേ കരിയർ ഗൈഡൻസ് കൊടുക്കുന്നിടത്ത് കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ട്രെൻഡുകൾ മാത്രം ബേസ് ചെയ്തുകൊണ്ട് പോവേണ്ടതില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് എടുക്കുക. ട്രെൻഡുകൾ മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ കോമ്പിറ്റൻസി, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി വെച്ചുകൊണ്ട് വളരെ പാഷനേറ്റായ ഏത് കരിയർ ചൂസ് ചെയ്താൽ പോലും ഇനി അങ്ങോട്ട് സ്കോപ്പും ഡിമാൻഡും ഉണ്ടാകും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ പറഞ്ഞ സ്കിൽസ് വെച്ചുകൊണ്ട് വരുന്ന ചോയ്സസിൽ നിങ്ങളുടെ മേഖലയിലും ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ഒരു സ്റ്റുഡൻ്റായിട്ട്, ഒരു കാൻഡിഡേറ്റായിട്ട് വരിക എന്നുള്ളതാണ് ഈ മേഖലയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. വരാൻ പോകുന്ന ജോബ് നമുക്ക് പോസ്റ്റ് കോവിഡ് പീരീഡിൽ പുതിയ കരിയർ ട്രെൻഡുകൾ ഡെവലപ്പ് ചെയ്യും. ഒരു സംശയമില്ല. സത്യത്തിൽ ഈ മഹാമാരി നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയാൽ നമ്മൾ എങ്ങനെ റീഗെയിൻ ചെയ്യണം, എങ്ങനെ ഇതിനെ ടാക്കിൾ ചെയ്യണം, ഇതിനെ കൈകാര്യം ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒരുവിധം നമ്മുടെ വീട്ടിലെല്ലാം ഒതുങ്ങിക്കൂടിയിരുന്ന ആളുകളെല്ലാം ഇന്നലെ ഞാൻ വൈകുന്നേരം ഒരു വെബിനാർ സൂമിൽ എൻ്റെ ഫാമിലിയായിട്ട്, വിവിധ സ്ഥലങ്ങളിലുള്ള ഫാമിലിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എല്ലാ ഫാമിലിയെയും ഒന്നിച്ച് കാണാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ കണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒരു ഇൻ്റർനാഷണൽ സെമിനാറിൽ പങ്കെടുത്തു. ആ സെമിനാർ വരാൻ പോകുന്ന IT ട്രെൻഡ്, 2020 ഉണ്ടാകുന്ന IT കരിയർ ട്രെൻഡ്സുകളെ കുറിച്ചുള്ള ഒരു ഗ്ലോബൽ സെമിനാറായിരുന്നു. US എന്നുള്ള കാൻഡിഡേറ്റ്സ് ആയിരുന്നു അതിൽ പ്രസൻറ്റേഷൻസ് ചെയ്ത്. ഞാൻ അതിൽ പങ്കെടുത്തു. ഏകദേശം 100 പേര് പങ്കെടുത്തൊരു വലിയൊരു സെമിനാറായിരുന്നു. ക്വസ്റ്റ്യൻ അവേഴ്സൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കി, ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു ബ്രേക്ക്, വീണ്ടും 20 മിനിറ്റ് പ്രസൻറ്റേഷൻ, പിന്നെ ഒരു ബ്രേക്ക്, ദെൻ 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു പ്രസൻറ്റേഷൻ കഴിഞ്ഞ് പിന്നെ ക്വസ്റ്റ്യൻ അവേഴ്സ്. നിങ്ങൾ നോക്കി, ഇങ്ങനെ ഈ രീതിയിലേക്ക് ട്രെൻഡ് മൊത്തം മാറി. നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല, അല്ലേ? ഓൺലൈൻ പ്ലാറ്റ്ഫോമൈസേഷൻ. ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ദി 4 എന്ന് പറയുന്നത്. ആമസോൺ, ഫേസ്ബുക്ക്, ദെൻ അതുപോലെ തന്നെ 4 പ്രധാനപ്പെട്ട കമ്പനികൾ, ആമസോൺ, ഫേസ്ബുക്ക്, ആപ്പിൾ പോലുള്ള 4 കമ്പനികൾ ലോകത്ത് കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്ലാറ്റ്ഫോമൈസേഷൻ എന്നൊരു ലെവലിലേക്ക് മാറും. ദെൻ നിങ്ങൾ നോക്കിയ റീറ്റെയിൽ ഷോപ്പുകളൊക്കെ മാറിയിട്ട് വലിയൊരു ഓൺലൈൻ ഷോപ്പിലേക്ക് മാറാനുള്ള സാധ്യത. ഈ മാറ്റങ്ങൾ ശരിക്കും നമ്മൾ പഠിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മറ്റെല്ലാ കരിയർ മേഖലകൾക്കും വഴിമാറി, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി വഴിമാറും. ദെൻ ലോകത്തെല്ലാ ടെക്നോളജിയിലും AI പ്ലാറ്റ്ഫോമിൻ്റെ ഇൻട്രൊഡക്ഷൻ, IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഡ്രൈവർലെസ് വെഹിക്കിൾസ്. നിങ്ങൾ ആലോചിക്കുക, ഡ്രൈവർലെസ് വെഹിക്കിൾസ് വരും. തന്നെ അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ, മെഡിക്കൽ റോബോട്ടിക്സ് വരും. റോബോട്ടുകൾ എൻഗേജ് ചെയ്യുന്ന സിസ്റ്റംസ്, മൊത്തം ടോട്ടൽ ടെക്നോളജി മാറാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്
കോവിഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന IT സെക്ടറിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ആയിരിക്കും. ഇത് കണ്ടെത്തി നമ്മുടെ കരിയർ ചോയ്സസിന് അതിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കാം. ഉദാഹരണത്തിന് ഫിസിക്സോ മാത്സോ കഴിഞ്ഞ ഒരാൾക്ക് ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വരാം. ദെൻ അവർക്ക് അതിനനുസരിച്ച് ടീച്ചിങ് ഓപ്ഷൻസ് എടുക്കാം. അവർക്ക് വേണമെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് വരാം. ദെൻ ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓറിയൻറ്റഡ് കരിയർ ചോയ്സസോ കുറച്ചുകൂടി അഡ്വാൻസ് പാക്കേജ് MBBS പഠിക്കുന്ന ഒരാൾ മെഡിക്കൽ റോബോട്ടിക്സിനെ കുറിച്ച് ചിന്തിക്കണം. ദെൻ ഹെൽത്ത് ഇൻഫർമാറ്റിക്സിനെ കുറിച്ച് ഹെൽത്ത് ഡേറ്റ അനലിറ്റിക്സിനെ കുറിച്ചെല്ലാം പഠിച്ച് മനസ്സിലാക്കി അത്തരം കരിയർ ചോയ്സസിനെ കുറിച്ച് ചിന്തിക്കണം. ഞാൻ എപ്പോഴും പറയുന്നത്, കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പുതിയ കരിയർ ചോയ്സസ് എന്ന ട്രെൻഡുകളെ മാത്രം ഫോക്കസ് ചെയ്താൽ ശരിക്കും തീർച്ചയായിട്ടും വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയണം, അതെന്താണെന്നൊക്കെ അന്വേഷിക്കണം. ദെൻ അതിനനുസരിച്ച് കരിയർ ചോയ്സസിലേക്ക് വരും. പക്ഷേ അത് മാത്രം ട്രെൻഡുകളുടെ പിന്നാലെ പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറയുക, നമ്മൾ ട്രെൻഡുകളിൽ ഫോക്കസ് ചെയ്യും, നമ്മുടെ സ്കിൽ സെറ്റുകളെയും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനെയും നമ്മുടെ പാഷനെയും നമ്മുടെ ഇൻട്രസ്റ്റിനെയും നമ്മുടെ അഭിരുചിയെയും സൈഡ് ലൈൻ ചെയ്യും, മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ട്രെൻഡുകളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ പാഷൻ അതല്ല എങ്കിൽ, നമ്മുടെ ഇൻട്രസ്റ്റ് അതല്ല എങ്കിൽ, നമ്മുടെ പേഴ്സണാലിറ്റി അതുമായിട്ട് മാച്ച് ചെയ്യുന്നതല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് കരിയർ നമുക്ക് മടുപ്പുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പാഷനെ കുറിച്ച് ചിന്തിക്കുക. പാഷൻ വെച്ചിട്ട് നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ എൻജിനീയറിംഗ് ആണ് ഫിക്സ് ചെയ്തതെന്ന് വിചാരിക്കുക എങ്കിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എൻജിനീയറിംഗിലെ ഏത് സെഗ്മെൻറ്റാണ് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവുക. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സയൻസ് ഇനി അങ്ങോട്ട് ബൂം ചെയ്യും. രണ്ടാമത്തത് IT ഫീൽഡ് നന്നായിട്ട് ആ ഒരു സെക്ടർ, പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ, ദെൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ദെൻ AI ഓറിയൻറ്റഡ് പ്രോഗ്രാമുകൾ, IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഓറിയൻറ്റഡ് പ്രോഗ്രാമുകൾ, ഈ ഒരു ടൈപ്പ് ഓപ്ഷൻസ് കൂടാനുള്ള സാധ്യത ഒരു സെഗ്മെൻറ്റ് എൻജിനീയറിങ്. അത് മറ്റൊന്ന് ഫുഡ് ടെക്നോളജി പ്രത്യേകിച്ച് നമ്മൾ പാക്ക്ഡ് ഫുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മളല്ലാത്ത മറ്റ് രാജ്യങ്ങളൊക്കെ പാക്ക്ഡ് ഫുഡ്സിനെയും ഓർഡർ ചെയ്ത് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് കൊണ്ടുവരുന്ന പാക്ക്ഡ് ഫുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് പാക്ക്ഡ് ഫുഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പതുക്കെ മാറും. ഫുഡ് സയൻസ് ആൻഡ് സയൻസ് ഇൻട്രസ്റ്റ് ഉള്ള, കെമിസ്ട്രി, മൈക്രോബയോളജി ഒക്കെ പോലുള്ള ഏരിയകൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തന്നെ BTech ഫുഡ് ടെക്നോളജിയും വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് പാക്കേജിങ്, ദെൻ ക്വാളിറ്റി അഷ്വറൻസ്, ദെൻ അതുപോലെ മാർക്കറ്റിംഗ്, മാനേജ്മെൻറ്റ്, അത്തരം ഏരിയകളിലേക്ക് പോകണം. മെഡിക്കൽ ഫീൽഡ് ആലോചിച്ച് നോക്കിയേ. മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് MBBS കഴിഞ്ഞിട്ട് മെഡിക്കൽ റോബോട്ടിക്സ് ആലോചിക്കാം, ഹെൽത്ത് ഇൻഫർമേഷൻ സയൻസ് ആലോചിക്കാം, മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ആലോചിക്കാം, ജെനറ്റിക്സ് ആലോചിക്കാം. ദെൻ അതേപോലെ ബയോളജിക്കൽ സയൻസ് എടുക്കുന്ന ആളുകൾക്ക് ലൈഫ് സയൻസിലെ പ്രത്യേകിച്ച് വൈറോളജി, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വൈറസുകളാണ്, കൊറോണ വൈറസ് അല്ലേ. ഈ ഒരു പശ്ചാത്തലത്തിൽ വൈറോളജിക്കൽ റിസർച്ചുകൾ R&D വളരെ പ്രധാനപ്പെട്ട പോസ്റ്റ് കോവിഡ് പീരീഡിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഹെൽത്ത് കെയർ ഫീൽഡിൽ, പ്രത്യേകിച്ച് വൈറോളജി, പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി പോലുള്ള R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് വിഭാഗം. എല്ലാ മേഖലയിലും ഒരു R&D വളരെ കൃത്യമായി നന്നായി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ആ മേഖലകൾ നന്നാവാൻ സാധ്യതയുണ്ട്. ദെൻ രണ്ടാമത്തത് ഫാർമസി. പൊതുവേ നമ്മൾ പറയുന്ന നമ്മുടെ മെഡിക്കൽ, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ പാഷൻ, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡൊക്കെ ഫാർമസി ഓറിയൻറ്റഡ് ആണെന്ന് വിചാരിക്കാം. ഫാർമസിയിൽ നിന്ന് നമുക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിലേക്ക്, ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജിയിലേക്ക്, ജെനറ്റിക്സിലേക്കൊക്കെ വേണമെങ്കിൽ മാറാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യുക, ഈ കൊറോണ പീരീഡിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ മെഡിസിൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, പുതിയ വാക്സിൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക പോലുള്ള കരിയേഴ്സിലേക്കൊക്കെ നമുക്ക് മാറാം. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കരിയർ ചോയ്സസ് കൂടാനുള്ള സാധ്യതകൾ വളരെയാണ്. പ്രത്യേകിച്ച് ആളുകൾ ആശങ്കയിലാണ്. വലിയൊരു ശതമാനം ആളുകളും ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം. ഇൻഷുറൻസ്, മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഡേറ്റ അനലിറ്റിക്സ്, ഇത്തരം ഏരിയകളിലൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യും, ഡെവലപ്പ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഒന്ന് പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സമാനമായ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തും മുൻകൂട്ടി കാണണം. കഴിഞ്ഞ 2 വർഷവും മലയാളികൾ പ്രളയത്തെ അതിജയിച്ചവരാണ്. ഇപ്പം ഇനി കോവിഡ് വന്നു, ഇനി അതിന് ശേഷം വരാൻ പോകുന്ന വീണ്ടും ഒരു പ്രളയത്തിൻ്റെ ഭീഷണി നമ്മൾ നേരിട്ടേക്കാം. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ നേരിടാം? ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ പ്ലാനിങ് എന്തായിരിക്കണം? ഇങ്ങനെ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ കരിയർ ചോയ്സസിലേക്ക്. 2 തലങ്ങളിൽ നിന്നാണ് പ്രാക്ടീസ് പ്ലാൻ ചെയ്യേണ്ടത്. ഒന്ന്, ഇത്തരം മഹാമാരി, ഇത്തരം പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് ഇത് സമാനമായ മറ്റൊന്നിനോടും കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. കാരണം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രശ്നം നമ്മൾ നേരിടാൻ പോകുന്നത്. ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യൻ നേരിട്ട സമാനതകളില്ലാത്തൊരു
ദുരന്തമാണ് കോവിഡ്. ഈ ഒരു ദുരന്തം ശരിക്കും പറഞ്ഞൊരു ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പീരീഡിൽ ഇതിന് ശേഷം ഉണ്ടാവുന്ന കരിയർ ട്രെൻഡുകളെ മനസ്സിലാക്കുകയും ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിക്കുകയും അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങൾ, ആ ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങൾ ആലോചിക്കുക. നമ്മൾ മാത്രമല്ല ആലോചിക്കുന്നത്, ഗവൺമെൻറ് സർക്കാരൊക്കെ 1,70,00,000 മാർക്കറ്റിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അത് ഇൻഫ്രാസ്ട്രക്ചറൽ മേഖലയിലും ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിലും കൃത്യമായിട്ട് എത്തുമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആ മേഖലയിൽ കൂടും. ഹെൽത്ത് കെയർ മേഖലയിൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽസും ഹെൽത്ത് കെയർ രംഗം ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു മേഖലയിലേക്കും ക്യാഷ് ഫ്ലോ നന്നായിട്ട് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പ്രാവശ്യം $200 കോടി വേൾഡ് ബാങ്ക് സഹായം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പകുതിയും 100 കോടിയും അനുവദിച്ചിരിക്കുന്നത് ഇന്ത്യക്കാണ്. എന്ന് വെച്ചാൽ ഏകദേശം 7,500 കോടി ഇന്ത്യൻ രൂപയാണ് ലോക ബാങ്ക് ഇറക്കാൻ പോകുന്നത്. ആ 7,500 കോടിയും ഹെൽത്ത് കെയർ മേഖലയിലേക്കാണ് ഒഴുക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ കുറേ മാറ്റങ്ങൾ വരും. ഈ അർഹമായ കൈകളിലേക്ക് ശരിയായ രീതിയിൽ ആ പൈസ ചിലവാക്കുകയാണെങ്കിൽ അപ്പോൾ ശരിക്കും പർച്ചേസിങ് പവർ ഒരർത്ഥത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. ആ മേഖലയിലെ ജോബ് ട്രെൻഡ്സും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. ഹെൽത്ത് കെയർ മേഖലയിൽ, ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൽ, IT സെഗ്മെൻറ്റിൽ ഫണ്ട് ഇറക്കും, കമ്പനികൾ പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരും. അതുകൊണ്ട് ആശങ്കകൾക്കൊപ്പം ആശാവഹമായ ഒരുപാട് ട്രെൻഡുകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു പോസ്റ്റ് കോവിഡ് കരിയർ ചിന്തകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് സെഗ്മെൻറ്റുകൾ ഡെവലപ്പ് ചെയ്യും. ഒന്നാമത്തത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യും. റെസ്റ്റോറൻറ്റുകൾ നന്നായി ആ ഒരു കരിയർ ഓപ്ഷൻസ് ചോയ്സസ് കൂടും. ദെൻ അതോടൊപ്പം എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ മുടങ്ങിക്കിടക്കുന്ന പല പ്രൊജക്റ്റുകളും പുനരാരംഭിക്കും. അത് ഒന്നിച്ചായിരിക്കും വരിക. ദെൻ അതോടൊപ്പം ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാവും. ദെൻ ഓൺലൈൻ ബിസിനസ്സുകളും ഓൺലൈൻ ട്രേഡുകളും നന്നായിട്ട് മാറും. IT സെഗ്മെൻറ്റ് അഭൂതപൂർവമായ വളർച്ചകളായിരിക്കും നേരിടാൻ പോകുന്നത്. റീറ്റെയിൽ മേഖലകൾ പ്രത്യേകിച്ച് ഇത്തരം മേഖലകളെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ പാഷൻ, നമ്മുടെ ഇൻട്രസ്റ്റും അതിനോട് യോജിക്കുന്നതാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക. ഒന്ന്. രണ്ടാമത്, സത്യത്തിൽ ഈ പോസ്റ്റ് കോവിഡ് ട്രെൻഡുകളെ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ കരിയർ തിരഞ്ഞെടുത്താൽ പോരാ. ഇനി എന്തൊക്കെ സംഭവങ്ങൾ എങ്ങനെയൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ബേസിക്കലി ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനെയും നിങ്ങളുടെ പാഷനെയും നിങ്ങളുടെ ഇൻട്രസ്റ്റിനെയുമാണ്. ട്രെൻഡുകൾ മാറില്ല. ട്രെൻഡുകളുടെ പിന്നാലെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കരിയർ വ്യതിയാനങ്ങൾ ഒരു വഴുതിപ്പോകലൊക്കെ സംഭവിച്ചേക്കാം എന്നതുകൊണ്ട് അത്തരം ഉപരിപ്ലവമായ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ദെൻ കരിയർ ചോയ്സസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ സ്കിൽസിനെയും കൂടി ഫോക്കസ് ചെയ്യുക. നിങ്ങൾ കരിയർ ചോയ്സസ് ചർച്ച ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ട്രെൻഡുകൾ എന്തായിരിക്കും, വരാൻ പോകുന്ന ഓപ്ഷൻസ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യേണ്ട, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്കിൽസിനെ കുറിച്ച് കൂടി എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും വേണം. ഈ ഒരു സമയത്ത് നമ്മളുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാം. IT ഫീൽഡിൽ നമ്മൾ പെട്ടെന്നൊരു അടച്ചുപൂട്ടൽ നേരിട്ടപ്പോഴത്തേക്കും നമ്മൾ ആകെ പരിഭ്രാന്തരായി. നമ്മൾ ഓഫീസ് എങ്ങനെ റൺ ചെയ്യും, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് എങ്ങനെ റൺ ചെയ്യും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര ആശങ്കാകുലരായിരുന്നു. ഇനി സമാനമായൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതിനെ നേരിടാൻ പറ്റും എന്നതിനെക്കുറിച്ച് കൂടി ചിന്തിക്കാം. ഞാൻ സത്യത്തിൽ വളരെ പോസിറ്റീവാണ്. കാരണം ഒന്ന്, ഈ ഒരു കുറച്ച് നാൾ കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. ഒന്ന്, ലോകത്തിന് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടായെന്ന് വെച്ചാൽ മനുഷ്യന്മാരൊക്കെ അകത്തിരുന്നോടി കുറേ പരിസ്ഥിതി മലിനീകരണമെങ്കിലും ഇല്ലാതായി എന്നുള്ളതിൽ ഞാൻ ഭയങ്കര പ്രത്യാശയുള്ള ആളാണ്, ഭയങ്കര സന്തോഷമുള്ള ആളാണ്. ഒന്ന്. രണ്ടാമത്തത്, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും കുട്ടികളും പാരൻസും തമ്മിലുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടി നന്നായി എന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത്. വേറെ എന്ത് നേട്ടങ്ങളെക്കാളും പോസ്റ്റ് കോവിഡ് കരിയർ ട്രെൻഡുകളെക്കാളും എന്നെ സന്തോഷിപ്പിക്കുന്നത് ഇത്തരം കുറേ കാര്യങ്ങളാണ്. ലോകം വളരെ ചെറുതാണ്. ഏറ്റവും അതിസൂക്ഷ്മമായ ഒരു ജീവിയുടെ മുമ്പിൽ എന്നതെങ്കിലും നമ്മളെ ബോധ്യപ്പെടുത്താൻ വൈറസിന് കഴിഞ്ഞു എന്നതുകൊണ്ട് വൈറസിനോട് എനിക്ക് ഭയങ്കര നന്ദിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ ദൗർബല്യങ്ങളുടെ, നമ്മളുടെ കുഴപ്പങ്ങളുടെ, നമ്മളുടെ പ്രശ്നങ്ങളെ ഒരർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യാൻ, അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ കോവിഡിന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കൊറോണയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി, ഇതൊക്കെ കൺക്ലൂഡ് ചെയ്ത് മൊത്തത്തിലൊന്ന് പരിഗണിച്ച് ഒരു കരിയർ ട്രെൻഡ് ഉണ്ടാക്കുക, കരിയർ ചോയ്സ് ക്രിയേറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ഡിസൈൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് കരിയർ ചോയ്സസിനെ കുറിച്ച് സജീവമായി എന്ത് കോഴ്സിനെ സെലക്ട്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രെൻഡുകളെയും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ സ്കില്ലുകളെയും ബേസ് ചെയ്തുകൊണ്ട് എന്ത് കരിയർ ചോയ്സസ് സെലക്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു പ്ലാൻ മനസ്സിലുണ്ടാക്കി നിങ്ങളൊരു ആപ്റ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയൊക്കെ കണ്ടെത്തിയതിന് ശേഷം അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക,
അത് വെച്ചുകൊണ്ട് നമ്മൾ ചോയ്സസ് ഫിക്സ് ചെയ്യുക. ദെൻ അത് മനസ്സിലാക്കുകയും ചെയ്യുക. നമ്മൾ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് BSc ഫിസിക്സ്, BSc ഇക്കണോമിക്സ്, നല്ല ചോദ്യങ്ങളാണ്. BSc ഫിസിക്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഇന്ത്യയിൽ മൊത്തം നമുക്ക് കേരളത്തിലും ഇപ്പോൾ കുട്ടികൾ നമ്മളൊക്കെ താമസിക്കുന്ന ഇവിടെ ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു പശ്ചാത്തലം വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ കോഴ്സ് ഓപ്പണിങ്സ് ഉള്ളൊരു ഡിഗ്രിയാണ് ഫിസിക്സ്. ഒരു 5 തലങ്ങളിൽ നമുക്ക് ഇതിനെ കരിയർ ഓറിയൻറ്റഡ് ആക്കാം. ഒന്ന്, പെട്ടെന്ന് ജോലി കിട്ടുന്ന ഇപ്പോൾ ഫിസിക്സ് ഒക്കെ പഠിക്കാൻ ഭയങ്കര സംഭവമൊക്കെ ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ് ഒക്കെ പഠിക്കണം, ഗ്രാവിറ്റേഷനൊക്കെ പഠിക്കണം എന്നൊക്കെ തീരുമാനിച്ച് കോളേജ് ചെന്ന് കവാത്ത് മറന്ന് ആകെ കൊളായി എങ്കിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു രക്ഷപ്പെടൽ, ഒരു പ്ലാൻ ബി എന്ന നിലക്ക് ഷോർട്ട് ടൈം കോഴ്സുകൾ പ്ലാൻ ചെയ്യാം. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, സൗണ്ട് എഞ്ചിനീയറിംഗ്, സൗണ്ട് റെക്കോർഡിംഗ്, മെഡിക്കൽ റോബോട്ടിക്സ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ പോലുള്ള 6 മാസം 1 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ടൈം കോഴ്സുകൾ, അങ്ങനത്തെ കോഴ്സുകൾ പ്ലാൻ ചെയ്യാം. രണ്ടാമത്തത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുമ്പോൾ എൻവയൺമെൻറ്റൽ സയൻസ് ഒക്കെ പോലെ, മെഡിക്കൽ ഇലക്ട്രോണിക്സ് പോലെ, ദെൻ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ പോലെ, അതർ ദാൻ ഫിസിക്സ് അല്ലാത്ത മെറ്റീരിയൽ MSW, MBA, MHRM ഇങ്ങനത്തെ വ്യത്യസ്തമായ LLB, വ്യത്യസ്തമായത് അതർ ദാൻ ഫിസിക്സ് അങ്ങനത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് അതിൽ തന്നെ ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് MSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുക്കാം, MSc മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എടുക്കാം. കുറച്ചുകൂടി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചൂസ് ചെയ്തുകൊണ്ട് ഒരു ജനറൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്, മെറ്റീരിയോളജി, ഓഷ്യനോഗ്രാഫി, ദെൻ മെറ്റീരിയൽ സയൻസ്, എൻവയൺമെൻറ്റ് സയൻസ്, ബയോടെക്നോളജി, ഇത്തരം ഓപ്ഷൻസ് അതർ ദാൻ ഫിസിക്സ്. അപ്പോൾ ഫസ്റ്റ് ഷോർട്ട് ടൈം ജോബ് ഓറിയൻറ്റഡ് കോഴ്സസ്, സെക്കൻഡ് ദെൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് അതർ ദാൻ ഫിസിക്സ്, ദെൻ തേർഡ് ഫിസിക്സ് ഇറ്റ്സെൽഫ്. ഫിസിക്സ് MSc എടുത്തിട്ട് ഫിസിക്സിൽ നിന്ന് വീണ്ടും ഫിസിക്സിൻ്റെ ഒരുപാട് വകഭേദങ്ങളിലേക്ക് നമുക്ക് പോവാം. ദെൻ ഗ്രാവിറ്റേഷനും സൂപ്പർ കണ്ടക്ടിങ്, റിലേറ്റിവിറ്റിയും, പ്ലാസ്മയും, ന്യൂക്ലിയറും, സോളാറും, അങ്ങനത്തെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ഇന്നവേറ്റീവ് ഏരിയകളിൽ. അതോടൊപ്പം തന്നെ റിസർച്ച് ഓറിയൻറ്റേഷൻ അല്ലാതെ ഗവൺമെൻറ് ജോബുകൾ ഇത് വെച്ചുകൊണ്ട് ട്രൈ ചെയ്യാം. ഓറിയൻറ്റേഷൻ കോഴ്സ് ഫോർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സോ, അല്ലെങ്കിൽ ജസ്റ്റൊക്കെ ഇപ്പോൾ എക്സാംസ് എഴുതിയിട്ട് റിസർച്ച് ഫെലോഷിപ്പ് പ്ലസ് ജോബോ, അല്ലെങ്കിൽ ISR ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ DRDOൻ്റെ ജൂനിയർ സയൻറ്റിസ്റ്റ് പോസ്റ്റുകൾ, ദെൻ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കൊടുക്കുന്ന എയർ ട്രാഫിക് കൺട്രോൾ പോലുള്ള പോസ്റ്റ്, അങ്ങനത്തെ ജോബുകൾ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. നാലാമത്തത് അതാണ് ശരിക്ക് ഫിസിക്സ് വെച്ചുകൊണ്ടുള്ള ജോബ് ഓപ്പണിങ്സ്. ദെൻ ഫിസിക്സിൻ്റെ ഈ ജോബ് ഓപ്പണിങ്സും റിസർച്ചും അല്ലാതെ ഇൻ ബിറ്റ്വീൻ വേറൊന്നുള്ളത് ടീച്ചിങ് പോകും. അത് ജെനുവിൻ ഇൻട്രസ്റ്റ് ഉള്ള ആപ്റ്റിറ്റ്യൂഡുള്ള ആളുകൾ അതിന് പോവുക. കാരണം ഒരു 2025, 2030 ആകുമ്പോഴത്തെ അതിനുള്ളിൽ ഏകദേശം ഒരു 25% മാസ് റിട്ടയർമെൻറ്റ് വരാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് ഫിസിക്സ് നല്ലൊരു ഓപ്ഷനാണ്. ദെൻ ഹയർ സ്റ്റഡീസിൽ ഇത്തരം ഓപ്ഷൻസ് എടുക്കാം. അഞ്ചാമത്തത് റിസർച്ച് ആൻഡ് ഫെലോഷിപ്സ് ആണ്. പ്രത്യേകിച്ച് CSIR എഴുതുന്നു, ഗേറ്റ് എഴുതുന്നു, ദെൻ ഇനാറ്റ് എക്സാം, ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് പോലുള്ള ഓപ്ഷൻസ് ഇങ്ങനെ മൊത്തത്തിൽ ആറ്റി കുറുക്കിയെടുത്ത് നോക്കിയാൽ ഒരു 400-450 ഓപ്ഷൻസ് ഫിസിക്സിനുണ്ട്. ഇനി ഇക്കണോമിക്സിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നറിയോ, ഒരു ഹ്യൂമാനിറ്റീസിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ വരുന്നൊരു കരിയറാണ്. പെട്ടെന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാം. എങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് ജോബ്സ്. ഇപ്പോൾ നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാറ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ വിളിക്കും. ദെൻ ഇപ്പം നീതി ആയോഗ്, നമുക്ക് പണ്ട് പ്ലാനിംഗ് കമ്മീഷനൊക്കെ പറഞ്ഞിരുന്നു, നീതി ആയോഗിൻ്റെ കീഴിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൽ വരുന്ന സ്റ്റാറ്റിക്കൽ ഓഫീസർ പോസ്റ്റുകൾ, ഇത്തരം പോസ്റ്റുകൾ ഇക്കണോമിക്സിൽ നിന്നുകൊണ്ട് ചെയ്യാം. ദെൻ രണ്ടാമത്തത് വരുന്നത് ഷോർട്ട് ടൈം കോഴ്സുകളാണ്. മാനേജ്മെൻറ്റിലുണ്ട്, ദെൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിലുണ്ട്, ഏവിയേഷൻ സെക്ടറിലുണ്ട്. ഷോർട്ട് ടൈം 1 to 6 months, 1 year to 6 months. അപ്പോൾ ഒരു 12 മാസം മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ നമുക്ക് ചൂസ് ചെയ്യാം. അത് പല ടൈപ്പ് ലോജിസ്റ്റിക്സും, വെയർഹൗസിങ്ങും, സ്റ്റോറും അത്തരം ഏരിയകളിലാവാം. ദെൻ MA ഇക്കണോമിക്സ്, നിങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും പ്രീമിയറായ ഒരു 40 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചൂസ് ചെയ്യണമെങ്കിൽ ഒരു 100% പ്ലേസ്മെൻറ്റ് നമുക്ക് ഉറപ്പ് പറയാം. അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചൂസ് ചെയ്തപ്പോൾ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് റിസർച്ച്, ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ഇക്കണോമിക്സ് ഒക്കെ ഉള്ളത്. മാസ്റ്റേഴ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബാങ്കിങ് ടെക്നോളജി കോഴ്സ് ഉണ്ട്, റൂറൽ മാനേജ്മെൻറ്റ് ഉണ്ട്, ഡെവലപ്മെൻറ്റൽ ഇക്കണോമിക്സ് ഉണ്ട്. അത്തരം ഏരിയകളിലൊക്കെ ഇക്കണോമിക്സുകാർക്ക് പോവാം. ദെൻ മൈക്രോബയോളജി വളരെ പ്രധാനപ്പെട്ടൊരു സാധനമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോസ്റ്റ് കൊറോണ പീരീഡിൽ വരുന്ന ട്രെൻഡുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് വൈറോളജി, ഇമ്മ്യൂണോളജി, പാരസൈറ്റോളജി പോലുള്ള ഏരിയകളിലേക്ക് രസകരമായ ഓപ്ഷൻസിലേക്ക് മൈക്രോബയോളജിക്കാർക്ക് മാറാം. പ്രത്യേകിച്ച് മൈക്രോബയോളജിക്കാരുടെ പ്രസക്തി കൂടാൻ പോവുകയാണ്. ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, പ്രത്യേകിച്ച് പാക്കേജിങ് ഇൻഡസ്ട്രിയിൽ,
ഫുഡ് ക്വാളിറ്റിയിൽ, മീൻസ് ക്വാളിറ്റി അഷ്വറൻസിൽ, ഇത്തരം ഏരിയകളിലേക്ക് മാറാം എന്നതുകൊണ്ട് മൈക്രോബയോളജി ഒരു ബേസ് ഡിഗ്രി ആയിട്ട് ദെൻ മാസ്റ്റേഴ്സിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയോ മൈക്രോബയോളജിയോ ദെൻ അതല്ലെങ്കിൽ എൻവയൺമെൻറ്റ് സയൻസസോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആഡ് ഓൺ ചെയ്ത കോഴ്സുകളോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. എൻട്രൻസ് എക്സാം ഉണ്ട്, GBILS ഒക്കെ പോലുള്ള എക്സാം, ജോയിൻറ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാം ഫോർ ബയോളജി ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് പോലുള്ള എക്സാംസ് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാം. ദെൻ ഫോറൻസിക് സയൻസിലേക്ക് മൈക്രോബയോളജിയിൽ നിന്ന് മാറാം. അപ്പോൾ ട്രെൻഡുകളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവുക. മെഡിക്കൽ ഫീൽഡിൽ പ്രത്യേകിച്ച് മൈക്രോബയോളജിക്കാർക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റുന്ന ഹിസ്റ്റോപാത്തോളജിയിലേക്ക് പോകാം, മെഡിക്കൽ മൈക്രോബയോളജിയിലേക്ക് പോകാം. മൈക്രോബയോളജി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബയോടെക്നോളജിയിലേക്കും ജനറ്റിക്സിലേക്കും പ്രത്യേകിച്ച് മൈക്രോബിയൽ ജീൻ ടെക്നോളജി പോലുള്ള ഓപ്ഷൻസിലേക്ക് മാറാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റുകളിൽ ഒരാൾ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സർ സെയ്ദ് കോളേജിൽ ബയോടെക്നോളജി പഠിച്ചൊരു കുട്ടിയാണ്. നമ്മൾ ബയോടെക്നോളജി മൈക്രോബയോളജി പോലുള്ള കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് സാമാന്യവൽക്കരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് തികച്ചും തെറ്റായൊരു വർത്തമാനമാണ്. ഹയർ ഓപ്ഷൻസ് രസകരമായ ഡിഫറൻ്റായ ഒരുപാട് ഹയർ ഓപ്ഷൻസ് ഉള്ളൊരു മേഖലയാണ് മൈക്രോബയോളജി എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോവാം. ദെൻ ഒരുപാട് ഓപ്ഷൻസ് നമുക്കറിയാം, എല്ലാ മേഖലകളും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ ഈ അർത്ഥത്തിൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ സ്പെസിഫിക് ആണെങ്കിൽ പോലും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. നമ്മൾ സാധാരണ ഇന്നിപ്പോൾ എനിക്കൊരു ചോദ്യം വന്നു, ഹിസ്റ്ററി ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാം. ഒരു കുട്ടി ചോദിച്ചതാണ്. ഇന്നത്തെ ഞാനിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലിരുന്ന് ഓൺലൈൻ കൗൺസിലിങ്ങും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഒരുപാട് നമ്മൾ മൊബൈൽ ആപ്പുകൾ ഒക്കെ ഉണ്ട്, അതിലൊക്കെ മറുപടി കൊടുക്കണം. അപ്പോൾ ചോദിച്ചൊരു ചോദ്യം, ഈ BA ഹിസ്റ്ററി കഴിഞ്ഞ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ BA പൊളിറ്റിക്സ് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് കഴിഞ്ഞ ആൾ, ലിറ്ററേച്ചർ കഴിഞ്ഞാൽ, അങ്ങനെ ഉള്ള ആളുകളോടൊക്കെ ഞാൻ പറയാം വളരെ സ്പെസിഫിക് ആയിട്ട് ആ മേഖലയിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ന്യൂമിസ്മാറ്റിക്സ്, മ്യൂസിയോളജി, ആർക്കിയോളജി പോലെ വളരെ സ്പെസിഫിക് ആണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിഭീമാകാരമായൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ മിനിമം ടീച്ചിങ് ഫീൽഡ്, UGC ഉള്ള, ലെക്ചർഷിപ്പുള്ള, PhD റിസർച്ച് ഫെലോഷിപ്പുള്ള ആളുകൾ മേഖലയിൽ കുറവായതുകൊണ്ട് ടീച്ചിങ് സ്കോപ്പ് നന്നായിട്ടുണ്ട്. ദെൻ ട്രാവൽ ആൻഡ് ടൂറിസം മേഖല, ടൂറിസ്റ്റ് ഗൈഡ് പ്രാക്ടീസ് പോലുള്ളതൊക്കെ ഹിസ്റ്ററിയോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എടുത്താൽ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ ഇൻ്റർനാഷണൽ റിലേഷൻ, ഫാർ ഈസ്റ്റേൺ ഡിപ്ലോമാറ്റിക് സ്റ്റഡീസ്, നിങ്ങൾ പോസ്റ്റ് കൊറോണ പീരീഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നറിയോ? ഡിപ്ലോമാറ്റിക് സൈഡുകളിലുള്ള മാറ്റങ്ങളാണ്. പല രാജ്യങ്ങളും ബന്ധങ്ങൾ വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുന്നു, ശത്രുതയൊക്കെ മാറ്റി പരസ്പരം ബന്ധങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ഡിപ്ലോമാറ്റിക് കരിയറിൽ നല്ല സ്കോപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ ഇജാസിൻ്റെ ചോദ്യം, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആഫ്റ്റർ നല്ല ചോദ്യം. അത് ഞാൻ ഇന്ന് പങ്കെടുത്തൊരു വെബിനാർ 2020 വരാൻ പോകുന്ന IT സെഗ്മെൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചായിരുന്നു. അതിൽ 3 തലങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ, കമ്പനിക്കനുസരിച്ച് പ്ലാറ്റ്ഫോമിനനുസരിച്ച് എങ്ങനെ കമ്പനിയെ ഡിസൈൻ ചെയ്യണം. അത് യൂസർ ഇൻ്റഗ്രേറ്റഡ് ഉണ്ട്, യൂസർ ഫ്രണ്ട്ലി ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നുണ്ടാവാം. ദെൻ ഡെവലപ്പർ, കമ്പനി സെഗ്മെൻറ്റ്, ഡെവലപ്പർ സെഗ്മെൻറ്റ്, ബാക്ക് എൻഡ് സെഗ്മെൻറ്റിൽ നിന്നുണ്ടാവാം. രണ്ട് ടൈപ്പ് ഡിസൈൻ ഡെവലപ്മെൻറ്റിലേക്ക് ഡിസൈനിങ് പ്ലാൻ ചെയ്യണം. രണ്ടാമത്തത് ഡെവലപ്മെൻറ്റാണ്. എന്താണോ പ്ലാറ്റ്ഫോം, എന്താണോ ആവശ്യമുള്ളത്, റിക്വയർമെൻറ്റിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് യൂസർക്ക് വേണ്ടിയുള്ളതുണ്ട്, ഡെവലപ്പർക്ക് വേണ്ടിയുള്ള സെഗ്മെൻറ്റുകളുണ്ട്. ദെൻ പിന്നെ വരുന്നത് ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിങ്ങിന് ഒരുപാട് സെലനിയം പോലെ ഒരുപാട് ഏരിയകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ BCA കഴിഞ്ഞ ഒരാൾക്ക് ടെസ്റ്റിങ്ങിൽ, സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമോ പാക്കേജോ എടുത്ത് പഠിക്കാം. ഒരു 3 to 6 മന്ത് കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നൊരു ഏരിയയാണ് അത്. മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് ഫസ്റ്റിനെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മെഡിക്കൽ കോഡിങ് ഒരു ഡെവലപ്മെൻ്റ് ഉള്ള കരിയറല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡെവലപ്മെൻ്റ് ഉള്ള കരിയറല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കോഴ്സ് പഠിച്ച് അവിടെ തന്നെ അങ്ങ് സ്റ്റാഗ്നൻ്റ് ആയി പോകും. പിന്നെ അവിടുന്ന് വേറെ ഫർദർ ഓപ്ഷൻസിലേക്ക് പോകാൻ കഴിയില്ല. കോഡിംഗ് കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ബന്ധമുള്ള ഹെൽത്ത് കെയർ കമ്പനികളാണ് ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ മെഡിക്കൽ ടേംസ്, ടെർമിനോളജി ഇതൊക്കെ കോഡായിട്ട് കൊടുത്തിട്ടുണ്ടാവും. നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്ത് മെഡിക്കൽ റിപ്പോർട്ട്സ് ഉണ്ടാക്കി ഇൻഷുറൻസ് കമ്പനികൾ മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നു, ഡോക്ടേഴ്സ് അവർക്ക് കൊടുക്കുന്നു. ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻഷുറൻസ് വേണോ വേണ്ടേ തീരുമാനിക്കുന്നതിന് ഒരുപാട് സാങ്കേതികതകളൊക്കെ അതിൽ വരുന്നത് കൊണ്ട് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസുമായിട്ട് മെഡിക്കൽ ഇൻഷുറൻസൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ജോബ് നമ്മൾ IPC ഉണ്ട്, APC അമേരിക്കൻ പ്രൊഫഷണൽ കോഡേഴ്സാണ് സർട്ടിഫൈ ചെയ്യുന്നത്. കുറച്ച് മെഡിക്കൽ ഓറിയൻറ്റഡ്, സയൻസ് ഓറിയൻറ്റഡ് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കാണ് മെഡിക്കൽ കോഡിങ് കുറച്ചുകൂടി നന്നാവുക.
ഈ APC അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോബ് കിട്ടും. അതുകൊണ്ട് അത്തരം നല്ല APC അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രം, അല്ലെങ്കിൽ APC ലൈസൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക കേട്ടോ. ദെൻ MSc കെമിസ്ട്രിക്കാർക്ക്, ഫിസിക്സുകാർക്ക് മെഡിക്കൽ ഫീൽഡ് സാധ്യത. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ദീപികയും അജ്മലും ചോദിച്ചൊരു ചോദ്യമാണത്. ദെൻ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ന്യൂറോ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഒക്കെ പോലുള്ള കോഴ്സുകൾ എടുത്തിട്ട്, കെമിസ്ട്രിക്കാരാണെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി പോലുള്ള ഏരിയകൾ, ദെൻ റേഡിയോ ഐസോട്ടോപ്പ് ടെക്നിക്സ് പോലുള്ള കോഴ്സുകൾ, മെഡിക്കൽ റെക്കോർഡ്സ്, മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ, ദെൻ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, ഇത്തരം മേഖലകളിലൂടെ മെഡിക്കൽ റിലേറ്റഡ് കരിയർ ചോയ്സസിലേക്ക് മാറാം. ബയോളജി, സുവോളജി ഒക്കെ പോലുള്ള സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റോപാത്തോളജി, കാർഡിയാക് ലാബ് ടെക്നോളജി, ക്ലിനിക്കൽ പെർഫ്യൂഷൻ ടെക്നോളജി, ബ്ലഡ് ബാങ്കിങ്, ഡയാലിസിസ് ഇങ്ങനത്തെ ഏരിയകളും ഷോർട്ട് ടൈം ഏരിയകളിലേക്കും മാറാം. ദെൻ അതോടൊപ്പം മെഡിക്കൽ ഡോക്യുമെൻറ്റേഷനിലേക്കൊക്കെ മാറാം. അപ്പോൾ അത്ര ഏരിയകളെ കുറിച്ചൊക്കെ പഠിക്കുക. പക്ഷേ അവിടെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഫർദർ ഡെവലപ്മെൻറ്റുള്ള സ്കോപ്പ് റിലേറ്റീവ്ലി കുറയാനുള്ള സാധ്യത ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ BCom, സാബിത്തിൻ്റെ ചോദ്യമാണ് BCom കഴിഞ്ഞാൽ. BComനെ കുറിച്ച് ഞാൻ പൊതുവെ പറയാം, ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഷോർട്ട് ടൈമിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളൊരു സാധനമാണ് BCom. ശരിക്കും നമുക്കത് വെച്ചുകൊണ്ട് ഈ ഇൻഷുറൻസ്, ബാങ്കിങ് അതുപോലുള്ള ഏരിയകൾ, ദെൻ ബാങ്കിങ് ടെക്നോളജി കരിയർ, ഡേറ്റ അനലിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കരിയർ ചോയ്സസ്, ബിസിനസ് അനലിറ്റിക്സ് ഇനി അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള മേഖലകൾ, ഇത്തരം മേഖലകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്ത് ദെൻ BComനെ ആഡ് ചെയ്യാം. ക്യാറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമെങ്കിൽ മിനിമം IM കിട്ടിയില്ലെങ്കിലും CMAT വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വളരെ കുറഞ്ഞ പൈസയിൽ ക്യാറ്റൊക്കെ ക്ലിയർ ചെയ്ത് IMൽ പോയാൽ 16 lakhs ഒക്കെയാണ് വരുന്നതെങ്കിൽ സത്യത്തിൽ ഈ CMAT ഒക്കെ പോലുള്ള എക്സാം എഴുതിയ 12,000-14,000 രൂപയ്ക്ക് നിങ്ങൾക്ക് MBA പഠിച്ച് നല്ല ജോലിയിലെത്താം എന്നതുകൊണ്ട് ക്യാറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, CMATലേക്ക് എത്തുന്നു. MFC, മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ, മാസ്റ്റർ ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്, റൂറൽ മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് വ്യതിരിക്തമായ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റാലിറ്റി 100% പ്ലേസ്മെൻറ്റാണ്. അത്തരം വ്യത്യസ്തമായ കോഴ്സുകളെ കുറിച്ചൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടെത്തി പഠിച്ച് അത് ആഡ് ചെയ്യുക കേട്ടോ. ദെൻ ഹാമിദ് അനസ് ചോദിച്ചിരിക്കുന്നത് ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫോർ MBA. നല്ല ചോദ്യം അത്. ഞാൻ ഒറ്റയടിക്ക് ഉത്തരം പറയും. MBAക്ക് ഏറ്റവും നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരു സംശയമില്ല ഡൽഹി യൂണിവേഴ്സിറ്റി, ദെൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ദെൻ ജാമിയ മില്ലിയ, ഇങ്ങനെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ നമുക്ക് പറയാം. ഇന്ത്യയിൽ മൊത്തത്തിൽ 49 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉള്ളതിൽ ആദ്യത്തെ 12 എണ്ണമാണ് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ജാമിയ മില്ലിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, JNU, ഡൽഹി യൂണിവേഴ്സിറ്റി. അതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ കോഴ്സുകൾ കൊടുക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ ലാസ്റ്റ് ഇയറിൽ മിനിമം സാലറി 65,000 പെർ മന്താണ് കൊടുത്തിരുന്നത്. ദെൻ അവിടെ തന്നെ ഫോറിൻ ട്രേഡ് ഉണ്ട്, ഇൻ്റർനാഷണൽ ബിസിനസ് ഉണ്ട്, ജനറൽ MBA ഉണ്ട്. ദെൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് ബിസിനസ് അനലിറ്റിക്സിന് ബെസ്റ്റാണ്, നല്ല പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ട് MBA CMAT എഴുതിയിട്ട് കയറാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് പറയാനുണ്ട്. ഏതായാലും ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും നന്ദി. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, നെജ BA ഇംഗ്ലീഷ്, നല്ല ചോദ്യമാണത്. എന്നോട് BA ഇംഗ്ലീഷിൻ്റെ കോഴ്സൊക്കെ അന്വേഷിച്ച് വന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് അവരൊക്കെ എവിടെ എത്തി എന്നുള്ളത് മനസ്സിലായത് ഈ അടുത്താണ്. ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അയർലൻഡിൽ റിസർച്ച് ചെയ്യാൻ, സാറിൻ്റെ അടുത്ത് വന്നതാണ്, അയർലൻഡിൽ റിസർച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്തപ്പോൾ എവിടെയാണ് എത്തിയത്? ഞാൻ വന്നത് +2 കഴിഞ്ഞപ്പോഴാണ്. BA ഇംഗ്ലീഷിന് സയൻസൊക്കെ എടുത്തിട്ട് സാറ് അന്ന് എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ നോക്കിയിട്ട് നേരെ ലിറ്ററേച്ചറിന് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് അതായിരുന്നു. ലിറ്ററേച്ചറിന് പോയി MA ലിറ്ററേച്ചർ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചു. നല്ലൊരു IT കമ്പനിയിൽ ഒരു 10,58,000 രൂപ സാലറിയിൽ ജോലിക്ക് ചേർന്നു. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു. ഞാനിപ്പോൾ ഭർത്താവ് അയർലൻഡിലാണ്, അങ്ങോട്ട് റിസർച്ച് ചെയ്യാൻ പോകുന്നു. അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് വേണോ ദെൻ ജനറൽ ലിറ്ററേച്ചർ വേണോ, ഏതെടുക്കണമെന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് വന്നത്. അന്ന് MA ലിറ്ററേച്ചർ കഴിഞ്ഞ ഉടനെ എനിക്ക് ജോലി കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ MA ലിറ്ററേച്ചറൊക്കെ പഠിക്കാൻ വേണമെങ്കിൽ ദെൻ ഫോറിൻ ലാംഗ്വേജ് ബെസ്റ്റ് ഓപ്ഷനാണ്. JNUവിൽ പഠിച്ചൊരു പയ്യൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന മസ്കറ്റ് എംബസിയിലാണ്. നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട് ലിറ്ററേച്ചറിന്. അപ്പോൾ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇനി PSCയുടെ സാധ്യത, ഇനിയാണ് PSCയുടെ സാധ്യതയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഗവൺമെൻറ് സെക്ടർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയായിരിക്കും കാര്യമായിട്ട് ഇനി നമുക്ക് ഡിമാൻഡുകളും സ്കോപ്പുകളൊക്കെ ഉണ്ടാവുന്നത്. ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ നോക്കി ഇപ്പോൾ കണ്ടില്ലേ, ഒരു പ്രത്യേകത നോക്ക്, ഈ കോവിഡ് കാലഘട്ടത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു അല്ലേ. അതേ സമയത്ത് ഗവൺമെൻറ് സർവീസിലുള്ള ആൾ സാലറി ചലഞ്ചൊക്കെ ഉണ്ടെങ്കിലും അത് ഘട്ടം ഘട്ടമായിട്ട് കൊടുത്താൽ മതി, ഒന്നിച്ചൊന്നും കൊടുക്കണ്ടല്ലോ. സാലറി ചലഞ്ച് ഉണ്ടെങ്കിലും അരി ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, ഇനി അങ്ങോട്ട് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം, ഒരു ഗവൺമെൻറ് ജോബ്സ് ഒന്ന് ട്രൈ ചെയ്യുക. ഡിഗ്രിയുടെ കൂടെ നിങ്ങളതൊരു പോളിസി ആയിട്ട് എടുക്കണം. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ തീരുമാനിക്കണം, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഗവൺമെൻറ് ടെസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുമെന്ന് ഉറപ്പിക്കുക.
അങ്ങനെ ഒരു 3 വർഷം അത് പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ജോബ് കിട്ടും. ആ ഗവൺമെൻറ് ജോബിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മാറാം, ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ പ്ലാനൊക്കെ ഉണ്ടാക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കണം. ഒരു കരിയർ കൗൺസിലർ എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഗവൺമെൻറ് ടെസ്റ്റുകളൊക്കെ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ മുതലൊന്ന് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇത് MA കോളേജിൻ്റെ ഫേസ്ബുക്ക് പേജാണ്. നിങ്ങൾ വിദ്യാർത്ഥികളോട് എനിക്ക് തരാനുള്ള മെസ്സേജ് അതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രികളെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിഗ്രികളെ ജോബ് ഓറിയൻറ്റഡ് ആക്കാൻ പറ്റും നിങ്ങൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ. പക്ഷേ ആ പ്ലാൻ എവിടെ നിന്ന് തുടങ്ങണം? ഡിഗ്രി ഫൈനൽ ഇയർ എക്സാമിനേഷൻ്റെ തലേന്ന് ചിന്തിച്ചാൽ പോരാ. ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതലേ നിങ്ങൾ ഈ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ല കരിയർ ചോയ്സസ് ഒക്കെ ഉണ്ടാക്കി ഡിഗ്രി തലത്തിൽ തന്നെ പ്ലാൻ ചെയ്യാം. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന, നിങ്ങൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മൂഡിലേക്ക് വന്ന് ഡിഗ്രി 3 കൊല്ലം പഠിക്കുമ്പോൾ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമത്തത്, നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കുറേ അധികം പഠിക്കാൻ താല്പര്യം, പെട്ടെന്ന് ജോലി കിട്ടുന്ന ഷോർട്ട് ടൈം കോഴ്സുകൾ. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി ഇക്കണോമിക്സ് ആയാലും പൊളിറ്റിക്സ് ആയാലും മൈക്രോബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും അതിനോട് വരുന്ന ഷോർട്ട് ടൈം പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സുകൾ അത് കണ്ടെത്തി അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നു. 2, 3 കുറേ അധികം പഠിക്കണമെന്നൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ലെവലിൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ അറിയാമായിരിക്കും, MES മണ്ണാർക്കാട് കോളേജിൽ പഠിച്ച ഒരാളാണ് അജിത് പരമേശ്വരൻ. അദ്ദേഹം ഫിസിക്സ് അവിടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് MG യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ലോകത്തറിയപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫിസിക്സിലെ സയൻറ്റിസ്റ്റാണ് അജിത് പരമേശ്വരൻ. അദ്ദേഹം IITയിലോ ഐസറിലോ ഒന്നും പോയി പഠിച്ചതല്ല, മറിച്ച് നാട്ടിലുള്ള നമ്മൾ സാധാ സീതാ കോളേജ് എന്ന് പറയുന്ന MES മണ്ണാർക്കാട് കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ പഠിച്ച് കരിയർ പ്ലാൻ ഉണ്ടാക്കിയാൽ മാസ്റ്റേഴ്സൊക്കെ പ്ലാൻ ചെയ്ത് സെമിനാറുകളും പ്രസൻറ്റേഷൻസും അസൈൻമെൻറ്റുകളും ഇൻ്റർനാഷണൽ സെമിനാറുകളൊക്കെ നന്നായി പങ്കെടുത്ത് നിങ്ങൾക്ക് കരിയറിനെ ഡെവലപ്പ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിച്ച് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 സെഗ്മെൻറ്റ് പ്ലാൻ ചെയ്ത്, നാലാമത് സിവിൽ സർവീസോ മാനേജ്മെൻറ്റോ ക്യാറ്റും CMAT പോലുള്ള എഴുതി പ്രിപ്പയർ ചെയ്ത് സിവിൽ സർവീസൊക്കെ പ്രിപ്പയർ ചെയ്ത് ആ ഒരു ഏരിയയിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി PG എടുത്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി പ്രിപ്പയർ, ഇങ്ങനെ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരു പോളിസി, ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാവാതെ നിങ്ങൾ ഡിഗ്രിയിലേക്ക് വരരുത്. അല്ലെങ്കിൽ ഡിഗ്രിയിൽ എത്തിപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇനി അങ്ങോട്ട് അടുത്ത കൊല്ലങ്ങൾ നിങ്ങൾ ഇതനുസരിച്ച് പ്ലാൻ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.